ഇതുപോലൊരു പൊട്ടറ്റോ മസാല ഇണ്ടെങ്കില് ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിന്റെ കൂടെ ആയാലും ഈ ഒരൊറ്റ ഐറ്റം മതിയെടോ. ഇത് കൂട്ടി നമുക്ക് ചോറായാലും കഴിക്കാം. വേറെ ഒഴിച്ച് കറികൾ പോലും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു വറ്റൽമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുരുമുളക്, 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന്, 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി അല്ലി, 1 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് പൊടികളായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 3/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് കണക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്താണ് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടേ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി അതിന്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ല ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ആക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണേ. അപ്പോഴേ ആ ഒരു പച്ചമണം നന്നായിട്ട് മാറി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി എടുത്ത് നോക്ക്. അടിപൊളി ഒരു പൊട്ടറ്റോ മസാല കൊണ്ട് റെഡിയായി കിട്ടും. നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താൽ രാവിലെ ചപ്പാത്തിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ പോകും കേട്ടോ. അപ്പൊ എങ്ങനെയാ?